കൊട്ടാരക്കര നീലേശ്വരം മുക്കോലിമുക്കിലാണ് അപകടമുണ്ടായത്. വളവിൽ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ മണ്ണ് കയറ്റിവന്ന ലോറിയാണ് അപകടത്തിനിടയാക്കിയത്. ടിപ്പർ ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ലോറി ഡ്രൈവറെയും ക്ലീനറെയും വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. രാവിലെ 7:15 നടന്ന അപകടത്തിൽ ബസ് സ്റ്റോപ്പിന് സമീപം 12ഓളം പേരുണ്ടായിരുന്നു. ഇതിൽ 8 പേരാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർക്ക് ജീവൻ നഷ്ടമായി. 5 പേർക്ക് പരിക്കേറ്റു. കുടവട്ടൂർ സ്വദേശിയായ ഹരിലാൽ, കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി പാർദീപ്, നീലേശ്വരം മുക്കോണിമുക്ക് സ്വദേശിയായ അജയ്കുമാർ എന്നിവരാണ് മരിച്ചത്. ട്യൂഷന് പോകാൻ വേണ്ടി കാത്തിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളായ കുശാൽ, റഷഫ് ബോബൻ, നവനീത്, ജിബിമോൾ എന്നിവർക്കും ടിപ്പറിന്റെ ഡ്രൈവർ ചവറ സ്വദേശി നിസാം എന്നയാൾക്കുമാണ് പരിക്കേറ്റത്. ഇവരിൽ 2 പേർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും ഒരാൾ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 2 പേർ മെഡ്സിറ്റിയിലും ചികിത്സയിലാണ്. ഒരു കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് സൂചന. റഷഫ്, കൗശൽ എന്നിവരാണ് മെഡ്സിറ്റിയിൽ ചികിത്സയിലുള്ളത്. കൊട്ടാരക്കരയിലുണ്ടായത് ദാരുണ സംഭവമാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. അമിത വേഗത്തിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഷെഖേന ന്യൂസ്.